ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. പ്രമേഹ രോഗികൾക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പനീർ ഫൂൽ, പനീർ ഡോഡ എന്നൊക്കെ പറയുന്ന ഈ ഒരു മരുന്ന് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ മരുന്ന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴൊക്കെ ഉപയോഗിക്കാം, എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. പനീർ ഫൂൽ അല്ലെങ്കിൽ പനീർ ഡോഡ എന്ന് പറയുന്നത് വിത്താനിയ കൊയാഗുലൻസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. വിത്താനിയ കൊയാഗുലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വഗന്ധ, അതായത് അമുക്കുരത്തിന് വിത്താനിയ സോംനിഫെറ ആണ് അമുക്കുരം. അപ്പോൾ അതുപോലെ തന്നെ ഋഷ്യഗന്ധ എന്ന് പറയുന്ന ഒരു മരുന്നായിട്ടാണ് ആയുർവേദത്തിൽ ഈ പനീർ ഫൂലിനെ പറ്റി പറയുന്നത്. ഋഷ്യഗന്ധ വിത്താനിയ കൊയാഗുലൻസ് ആണ്, അശ്വഗന്ധ വിത്താനിയ സോംനിഫെറയാണ്. രണ്ടും സൊളാനേസിയ ഫാമിലിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ചരകൻ ഈ ഒരു രണ്ട് ഔഷധങ്ങളെയും ബ്രഹ്മണീയ ഗണത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മണീയ ഗണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വളരെ സ്ട്രെങ്ത്തും ബലവും അതുപോലെ തന്നെ നല്ലൊരു സ്റ്റാമിനയൊക്കെ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ കൂട്ടത്തിലാണ് ഈ രണ്ട് മരുന്നുകളെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും ഒരേ ഫാമിലിയിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ്. അതായത് ഈ പനീർ ഫുൾ, ഈ വിത്താനിയ കോയാഗുലൻസ് എന്ന് പറഞ്ഞിട്ടും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് അമുക്കുരമാണ്. പക്ഷെ ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് വാങ്ങിക്കുക, നല്ല കമ്പനിയുടേത് നോക്കി വാങ്ങിക്കുക, അല്ലെങ്കിൽ ഈ ഒരു മരുന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒക്കെ നമുക്കിന്ന് നോക്കാം. ഇതിൽ ഫ്രൂട്ട്സും, ഇതിൻ്റെ ഫ്രൂട്ടും അതുപോലെ അതിൻ്റെ ഫ്ലവറും ലീവ്സും ഒക്കെ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ടൈപ്പ് 2 ഡയബറ്റീസിനാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. നമ്മുടെ ആയുർവേദത്തിൽ ഡയബറ്റീസ് പല ടൈപ്പായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പ്രമേഹം, കഫജം, വാതജം, പിത്തജം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പഴകിയ പ്രമേഹമൊക്കെ ആണെങ്കിൽ മധുമേഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മധുമേഹമാണ് നമ്മളിപ്പോഴത്തെ മോഡേണിൽ പറയുമ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് ആയിട്ട് കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു മരുന്ന് ഉപയോഗിച്ചു വരുന്നത്. ഇനി ഇതല്ലാതെ പല സ്കിൻ കണ്ടീഷൻസിലും ലിവറിൻ്റെ ഫങ്ഷൻസ് നന്നാക്കാനും ഒക്കെ ഈ ഒരു മരുന്ന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ച് കാണുന്നതാണ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ. വളരെ കുറച്ച് മൂത്രമായിരിക്കും ചിലപ്പോൾ പോകുന്നുണ്ടാവുക, പക്ഷെ ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിലും ഇത് വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ മൂലം ചിലർക്ക് മൂത്രം പോകാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും ഈ ഒരു മരുന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഇനി എങ്ങനെയാണ് ഷുഗറിൽ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ, ഒന്നാമത് നമ്മുടെ പാൻക്രിയാസിലുള്ള ബീറ്റാ സെൽസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബീറ്റാ സെൽസിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് മൂലം ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡിൽ ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റിന്റെ പെട്ടെന്നുള്ള അബ്സോർപ്ഷനെ കുറക്കുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുമൂലം തന്നെ പെട്ടെന്നുണ്ടാവുന്ന സ്പൈക്സ് ഒക്കെ, ഷുഗർ പെട്ടെന്ന് കൂടുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് കൂടുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു മരുന്ന് സഹായിക്കുന്നുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് ക്ലിനിക്കൽ സ്റ്റഡി, NLMൻ്റെ ഒക്കെ ക്ലിനിക്കൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ് താഴെ കൊടുക്കാം. അപ്പോൾ ഇത് വളരെയധികം എഫക്റ്റീവാണ്, വളരെ സേഫുമാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇതിലൊരു 10 ഫൂല് നിങ്ങൾക്ക് എടുക്കാം. ഇത് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ അരിച്ചിട്ട് ഇത് കുടിക്കാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് പൊടിച്ച് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. പൊടിച്ച് സൂക്ഷിച്ചു വെച്ചാൽ ഒരു 1/2 സ്പൂൺ നിങ്ങൾക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. ഇതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മണമുണ്ട്. ചിലപ്പോൾ ചിലർക്ക് വോമിറ്റിംഗ് സെൻസേഷനൊക്കെ വരും. അങ്ങനെയുള്ളവരാണെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. വളരെ കുറച്ച് എടുത്തിട്ട് 1/2 സ്പൂൺ തന്നെ ആദ്യം എടുക്കണം എന്നില്ല. വളരെ കുറച്ച് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവരാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് 3 മാസം ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ സേഫ് ആണെന്നുള്ളത്. നിങ്ങളുടെ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 1 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതനുസരിച്ചിട്ട് നിങ്ങളുടെ മരുന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെഡിക്കൽ ഹെൽപ്പ്, ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് അഡ്വൈസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് ഇതിന് സൈഡ് എഫക്ട്സുകളൊന്നും തന്നെ ഇല്ല.
അപ്പോൾ വളരെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ പറഞ്ഞ ഡോസിൽ നിങ്ങൾക്ക് 3 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 45 ദിവസമെങ്കിലും ഗ്യാപ്പ് എടുത്തതിന് ശേഷം വേണം പിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഡയബറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ, ഡയബറ്റീസിൽ നമ്മൾ ഈ ഒരു മരുന്ന് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദിവാസ്വപ്ന അവ്യായാമ ആലസപ്രസക്തം ശീത സ്നിഗ്ധ മധുര മേധ്യ ദ്രവാന്നപാനസേവിതം പുരുഷം ജാനീയാത് പ്രമേഹം ഭവിഷ്യതി എന്ന് സുശ്രുത പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ പകലുറക്കം കുറക്കണം. അതുപോലെ തന്നെ വ്യായാമമില്ലാത്ത ലേസി ആയിട്ടുള്ള നമ്മുടെ റുട്ടീൻ മാറ്റിയിട്ട് ചെറിയ തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. വളരെ തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക. ഓയിലി ആയിട്ടുള്ള ഫാറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക. മധുരം ഒഴിവാക്കുക. അതുപോലെ തന്നെ ജ്യൂസ്, പാല് പോലുള്ള വളരെ ഇതിൻ്റെയൊക്കെ എക്സസ് യൂസ്, വളരെ കൂടുതലുള്ള ഉപയോഗം കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്